ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ 20 വർഷം തടവ് ശിക്ഷ ശരിവെച്ച അപ്പീൽ കോടതി. റഹീമിന്റെ ശിക്ഷാ കാലയളവ് കൂട്ടണമെന്നാവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ നൽകിയ അപ്പീൽ കോടതി തള്ളി. ബെൻസൻ ബാബു കൂടുതൽ വിവരങ്ങൾ നൽകും. ബെൻസൻ, റഹീമിനെ സംബന്ധിച്ച് ആശ്വാസമായൊരു നടപടിയല്ലേ ഇത്? ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ റഹീമിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നിയമ സഹായ സമിതിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. ഇക്കഴിഞ്ഞ മെയ് 26-ാം തീയതിയാണ് 20 വർഷത്തെ കഠിന തടവിന് അല്ലെങ്കിൽ തടവിന് വിധിച്ചുകൊണ്ട് റിയാദ് ക്രിമിനൽ കോടതിയുടെ കീഴ്ക്കോടതിയാണ് അവരുടെ ഉത്തരവുണ്ടായിരുന്നത്. ഇത്തരത്തിൽ 20 വർഷത്തെ തടവിന് വിധിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടായിരുന്നത്. ആ ഉത്തരവിനെതിരെയാണ് പ്രോസിക്യൂഷൻ അപ്പീൽ പോയത്. 20 വർഷം പോരാ, തടവ് കാലാവധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമായിരുന്നു മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കീഴ്ക്കോടതിയുടെ ഉത്തരവ് അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കീഴ്ക്കോടതിയുടെ ഉത്തരവ് 20 വർഷത്തെ കഠിന തടവ് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ നൽകിയിട്ടുള്ള ഇതിൽ വിധി വന്നിട്ടുള്ളത്. 20 വർഷത്തെ തടവ് തന്നെയാണ് വിധിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 19 വർഷത്തിലധികം ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് റഹീം. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ തന്നെ പുറത്തിറങ്ങാൻ സാധിക്കുമെന്ന ആശ്വാസമാണ് കുടുംബത്തിനും അതോടൊപ്പം തന്നെ നിയമസഹായ സമിതിക്കുമുള്ളത്. ഇതിൽ ഈ പ്രോസിക്യൂഷൻ ഈ റഹീമിന്റെ അഭിഭാഷകൻ ഒരു ആവശ്യം മുൻപോട്ട് വെച്ചിരുന്നു. 19 വർഷം ജയിലിൽ കിടന്നതിനാൽ തന്നെ പെട്ടെന്ന് റിലീസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം റഹീമിന്റെ അഭിഭാഷകൻ മുൻപോട്ട് വെച്ചിരുന്നു. എന്നാൽ അത് കോടതി തള്ളുകയായിരുന്നു. ആവശ്യമെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാമെന്നൊരു നിർദ്ദേശവും കോടതി മുൻപോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 19 വർഷത്തോളം ജയിലിൽ കിടന്നു. ഇതിൽ വധശിക്ഷയ്ക്കടക്കം വിധിച്ചിരുന്നു. അത് പിന്നീട് ദിയാധനം ഉൾപ്പെടെ നൽകി 32 കോടിയിലധികം രൂപ ദിയാധനം ഉൾപ്പെടെ നൽകിയാണ് അത് വധശിക്ഷ മാറ്റി അത് കുടുംബം അവർക്ക് ഈ റഹീമിന് മോചനത്തിനുള്ള അവസരം നൽകുകയായിരുന്നു, അല്ലെങ്കിൽ കുടുംബം ക്ഷമ നൽകുകയായിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ 20 വർഷത്തെ തടവിന് വിധിക്കുന്നു. അതിൽ ആണ് അപ്പീൽ പ്രോസിക്യൂഷൻ നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതും ഈ റഹീമിന് അനുകൂലമായിട്ടുള്ള വിധിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചുരുങ്ങിയ മാസത്തിനുള്ളിൽ ഏകദേശം 1 വർഷത്തിനുള്ളിൽ തന്നെ റഹീം ജയിൽ മോചിതനാകുമെന്ന ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ബിനിൽ, ശരി, ആശ്വാസകരമായ ഒരു വാർത്തയാണ്. നിയമസഹായ സമിതിയെയും റഹീമിന്റെ കുടുംബത്തെയും റഹീമിനെയും സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ ബെൻസൻ ബാബു പങ്കുവെക്കുന്നത്.